വയനാട് കൽപ്പറ്റയിൽ ഭർത്താവും സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. യുവതിയുടെ ഭർത്താവിനെതിരെയും സുഹൃത്ത് ജംഷിക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത്. സ്ത്രീധന പീഡന പരാതിയിൽ യുവതിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഭർത്താവ് മർദ്ദിക്കാറുണ്ടെന്ന് യുവതി മീഡിയ വണിനോട് പറഞ്ഞു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, എന്താണ് യുവതിയുടെ പരാതി? ഇപ്പോൾ പരാതിയിൽ എന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്? ദിവ്യ, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ യുവതിയെ ഭർത്താവ് മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് യുവതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. സ്ത്രീധനത്തിന്റെ പേരിലും ഉൾപ്പെടെ നിരവധി തവണ മർദ്ദിച്ചിട്ടുണ്ടെന്ന് യുവതി പറയുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു പീഡനം നടന്നു വരികയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഭർത്താവിന്റെ സുഹൃത്ത് കൂടി വീട്ടിലേക്ക് വരികയും ഈ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് കൽപ്പറ്റ സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൽപ്പറ്റ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ യുവതി പറയുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്നും ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ തർക്കമുണ്ട് എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ തങ്ങൾക്കിടയിലില്ല എന്നും ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും ആരോപണം. യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. യുവതിയുടെ പ്രതികരണത്തിലേക്ക് കൂടി. മൂപ്പരുടെ ഫാമിലി ആയിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. അവർ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് തന്നെ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 101 പവനും കാറും വാങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് തന്നെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഉപ്പ എന്ത് കിട്ടിയാലും ഉപ്പയും പറയും ഉമ്മയും പറയും പോയി 101 കാറും വാങ്ങിയിട്ട് ഒന്നും ഇല്ലാതെയല്ലേ വന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയപ്പോൾ എൻ്റെ ബാക്കിൽ വന്നു. ലൈംഗികമായി ആ ഒരു ചിന്തയോട് കൂടെ എന്നെ കയറി പിടിച്ചു. ഞാൻ അവനെ തട്ടി മാറ്റി. അപ്പോൾ അവൻ എന്നെ കുറേ തെറി പറഞ്ഞു, ഞാൻ പാർട്ടിക്കാരനാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പുറത്തറിഞ്ഞാൽ എന്നെ എൻ്റെ മക്കളെ കൊന്നു കളയുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി അവനെയും തട്ടിത്തെറിപ്പിച്ച് ഓടി റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവർ വണ്ടി എടുത്ത് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങി എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പോയത്.